വലിയൊരു ശാസ്ത്രീയ സംഗീതത്തിൻ്റെ സപ്പോർട്ടോടുകൂടി അല്ലാതെ തന്നെ നല്ല ഹിറ്റ് ഗാനങ്ങളും വളരെ പോപ്പുലറായ ഒരുപാട് ഗാനങ്ങൾ ഉണ്ടാക്കിയ ആളാണ് A.T. ഉമ്മർ അല്ലേ? ഒരുപാട് പാട്ടുകൾ അതുപോലെ വളരെ ഉമ്മക്കോട് കൂടെ ഞാൻ കുറച്ച് വർക്ക് ചെയ്തല്ലോ. അതിലൊരു ചെറിയ ട്രാജഡി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ട്രാജഡി ഉണ്ട്. നമ്മൾ ഒരു കാലത്ത് നിങ്ങൾ മലയാളത്തിലെ മെയിൽ പ്ലേ ബാക്ക് സിംഗേഴ്സിൽ ദാസേട്ടൻ, ജയേട്ടൻ, ബ്രഹ്മാനൻ ചേട്ടൻ അങ്ങനെ ഒരു ഓർഡർ തന്നെ ഉണ്ടായിരുന്ന കാലഘട്ടം. പാടിയ പാട്ടുകളെല്ലാം ഹിറ്റായിരുന്ന ഒരു ഗായകനാണ്. പക്ഷേ എന്തോ വിധി അറിയില്ല, ഈ സഫർഡ് എ ലോട്ട്. എൻ്റെ ഒരു നിർധനനായിട്ട് മരിച്ചുപോയി. ഇപ്പോൾ പിന്നീട് അങ്ങോട്ടൊരു ഗ്യാപ്പ് എന്തോ ഒരു വിധപ്പെട്ട നമുക്ക് പാടിയ പാട്ടുകളൊക്കെ തന്നെ നീലനിശ്ചിതിന് മാനത്തെ കായലിൽ അതിൽ മൂക്കയുടെ പാട്ട് പ്രിയമുള്ളവളേ പ്രിയമുള്ളവളേ നിനക്കു വേണ്ടി പിന്നെയും നവസ്വപ്നോപഹാരം ഒരുക്കി ഞാൻ നിനക്കു വേണ്ടി പ്രിയമുള്ളവളേ. ശാരദ പുഷ്പവനത്തിൽ വിരിഞ്ഞു ശതാവരി മലർ പോലെ, ശാരദ പുഷ്പവനത്തിൽ വിരിഞ്ഞൊരു ശതാവരി മലർ പോലെ വിശുദ്ധയായി വിടർന്നു നീ എൻ്റെ വികാര രാജാങ്കണത്തിൽ, വിശുദ്ധയായി വിടർന്നു നീ എൻ്റെ വികാര രാജാങ്കണത്തിൽ, വികാര രാജാങ്കണത്തിൽ. പ്രിയമുള്ളവളെ നിനക്കു വേണ്ടി പിന്നെയും നവസ്വപ്നോപഹാരം ഒരുക്കി ഞാൻ നിനക്കു വേണ്ടി മാത്രം. എന്തൊരു ഓമനത്തുള്ള ലൈൻസും അല്ലേ? അതെ, ആ പാട്ടിന്റെ മാധുര്യം കൊണ്ടാണ് അത് സംഗീതം ചെയ്ത ആളും പാടിയ ആളും ഒക്കെ നമ്മളെ വിട്ടു പോയാലും അങ്ങനെ ഒരു പാട്ട് പാടിയ ഗായകന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. സിനിമയുടെ വേറൊരു വശമാണ്.